ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ SFX ട്രാൻസിഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയുടെ ബാക്കി ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ട്രാൻസിഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ ഒരു ട്രാൻസിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 6 ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു സോങ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു സോങ്ങിൻ്റെ എവിടം തൊട്ടാണോ നമ്മുടെ ആ ഒരു ആദ്യത്തെ പ്രൊജക്റ്റിൽ ചെയ്ത് വെച്ചേക്കുന്നത് അവിടം വരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു കട്ട്സിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് ആ ഒരു ട്രാൻസിഷൻ വേണ്ടത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു 5 സെക്കൻഡ് ആക്കി വെച്ച് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ക്ലിപ്പ് മാത്രം അത്യാവശ്യം കുറച്ച് ലോങ് ആക്കി വെക്കുക. ലോങ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലോ മോ ആക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാമത്തെ കട്ട്സിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഫ്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫ്രീസ് ആക്കിയത് നമുക്ക് ആ ഒരു അടിയിൽ കാണുന്ന ആ ഒരു ഓവർലിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓവർലി ആക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കട്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു എൻഡിങ്ങിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക ആ ഒരു ഓവർലിയുടെ. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു സെൻറ്ററിൽ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ സൂം ആയി വരാനാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് അതിലേക്ക് ആഡാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ കട്ട്സിലും നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാ കട്ട്സിലും അതുപോലെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സൂം എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഷെയ്ക്ക് ആഡ് ചെയ്യണം. സോ അപ്പോൾ എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഷെയ്ക്ക് ആഡ് ചെയ്തിട്ട് ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കട്ട്സിൻ്റെ ഇവിടെ ആയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കി കൊടുക്കുക. ഓക്കെ, then എന്നിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ജസ്റ്റ് 12 ആക്കുക, സ്പീഡ് ഫുള്ളാക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കീ ഫ്രെയിം സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിൽ അത് കുറച്ച് കൊടുക്കുക. രണ്ടും സ്പീഡും ഇൻറ്റൻസിറ്റിയും ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കട്ട്സ് വരുന്നിടത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെ 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൽ ഒരെണ്ണം എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. അത് വീണ്ടും നമുക്ക് 3 എണ്ണം എടുത്തിട്ട് അങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഷെയ്ക്കൊക്കെ ഏടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ മെയിനായിട്ട് എഡിറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു പ്രൊജക്റ്റിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു കട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ബ്ലറും ബ്ലെൻഡും ഫുള്ളായിട്ട് കൊടുക്കുക. എൻ്റെ ആ ഒരു വൺസ് എന്നുള്ളിടത്ത് 6 ടൈം ആക്കി കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലർ ലോഡായി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ബ്ലർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു സൂം എഫക്റ്റ് ചെയ്യണം. അതിനായിട്ട് ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്കിനി നോക്കാനുള്ളത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണം. സോ അതിനായ ഒരു കട്ട്സിൻ്റെ അഡ്ജസ്റ്റിൽ പോയ ശേഷം സാറ്റുറേഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് കുറച്ച് കൊടുക്കുക. എൻഡിലായിട്ട് സാറ്റുറേഷൻ കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കിട്ടും. ഓക്കെ, ശേഷം നമുക്ക് അവിടെ ഒരു ബ്ലർ കൂടെ വേണം. സോ അതിന് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ബ്ലർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഷെയ്ക്ക് കൂടെ എടുത്ത് വെക്കുക. ഞാൻ ഇവിടെ ബ്ലർ മാത്രം വെക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർലീസ് ആഡ് ചെയ്യാനാണ്. സോ ഈ ഒരു കട്ടൗട്ടിൻ്റെ അവിടെ നമുക്ക് ഓവർലി വേണം. അപ്പോൾ അതിനായി നമ്മൾ ലൈറ്റ് ലീക്ക് എന്ന് പറഞ്ഞ ഓവർലിയാണ് യൂസ് ചെയ്യണത്. സോ അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ നിന്ന്. ഓക്കെ, നമുക്കിവിടെ ഓവർലിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓവർലി എടുക്കാം.
ഇവിടെ നമുക്ക് ഈ ഒരു ട്രിം ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓവർലേ ആണോ വേണ്ടത്, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യുന്നത്. സോ അതൊന്ന് ആഡ് കൊടുക്കുക. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 90 ആക്കിയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് നമുക്ക് ഫിൽറ്റർ കൊടുക്കാം. ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ആ ഒരു കട്ട്സിനനുസരിച്ച് ജസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബോറാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഓവറിൽ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൊടുത്തും ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ട്രാൻസിഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കളർ ഗ്രേഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കളർ ഗ്രേഡ് കാണിച്ചു തരാം. സോ അതിനെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ഒരു റെട്രോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കിട്ടും. ആ ഒരു എഫക്റ്റ് ഇതിൽ ആഡാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ എന്നുള്ള കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡ് മാറി കിട്ടും. ശേഷം നിങ്ങളെ ക്ലിപ്പിനനുസരിച്ച് ആ ഒരു ബ്ലറും ഷാർപ്പനും ഒക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ദെൻ നമുക്കിത് ജസ്റ്റ് ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കി കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുക വീഡിയോയുടെ. ഓക്കെ, ഫുള്ളാക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരെ അഡ്ജസ്റ്റിൽ പോവാം. അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സാറ്റുറേഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോ അത് നിങ്ങളുടെ വീഡിയോനനുസരിച്ച് റെഡിയാക്കുക. ബ്രൈറ്റ്നസ് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ. സാറ്റുറേഷൻ അത്യാവശ്യം കൂട്ടി കൊടുക്കുക. ആൻഡ് നമുക്ക് ഈ ഒരു ഷാർപ്പൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.